നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലമാണ്. 2026 വിഷുഫലം ആയില്യം നക്ഷത്രത്തിന്റെ വിഷുഫലമാണ് ഞാൻ പറയുന്നത്. ഇതിനു മുമ്പുള്ള നക്ഷത്രങ്ങളുടെ വിഷുഫലം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിരുന്നു. അപ്പോൾ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു, അല്ലെങ്കിൽ കടന്നു വരുന്നു. അന്നാണ് നാം വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഏപ്രിൽ 14 എന്നത് ഏപ്രിൽ 15 നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. കാരണം അവിടെ സൂര്യോദയം കഴിഞ്ഞതിന് ശേഷമാണ് സൂര്യൻ തൻ്റെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ പ്രവേശിക്കുന്ന സമയത്തെ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ചാണ് പഞ്ചാംഗ വിധിപ്രകാരം ഓരോ വിഷുഫലവും ഓരോ നക്ഷത്രക്കാരുടെയും വിഷുഫലം പറയുന്നത്. അപ്പൊ പഞ്ചാംഗ വിധിപ്രകാരം സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് നക്ഷത്രങ്ങളെ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് ശൂലമെന്നും മറ്റൊന്ന് ഷഡ്ഗമെന്നും ആണ് വേർതിരിച്ചിരിക്കുന്നത്. ഈ ശൂലത്തിൽ തന്നെ ആദിശൂലമെന്നും മധ്യശൂലമെന്നും അന്ത്യശൂലമെന്നും, അതോടൊപ്പം തന്നെ ഷഡ്ഗത്തെ ആദിഷഡ്ഗമെന്നും മധ്യഷഡ്ഗമെന്നും അന്ത്യഷഡ്ഗമെന്നും വേർതിരിച്ചിട്ടുണ്ട് പഞ്ചാംഗ വിധിപ്രകാരം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആദിശൂലം, അന്ത്യശൂലം, മധ്യശൂലം ഇതിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് വിഷുഫലം അത്ര ഗുണകരമല്ല. എന്നാൽ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ അവർക്ക് ഈ വിഷുഫലം വളരെ ഗുണകരമാണ്. അപ്പോൾ നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ വിഷുഫലം എന്താണെന്ന് നമുക്ക് നോക്കാം. വിഷു സംക്രമത്തിൽ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരമുള്ള വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഈ വിഷുഫലം ആയില്യം നക്ഷത്രക്കാർ മധ്യഷഡ്ഗത്തിൽ വരുന്നതിനാൽ ഇവർക്ക് നല്ല ഒരു വിഷുഫലമാണ് ഈ പ്രാവശ്യം കിട്ടുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ലോക ബഹുമാനാദികൾ കിട്ടുന്ന ഒരു സമയമാണ്. ജനപ്രീതി കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഇവരെ തേടി വരുന്ന ഒരു സമയവും കൂടിയാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും കമന്റ് ചെയ്യണമെന്നും ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ സബ്സ്ക്രൈബും അതേപോലെ തന്നെ ലൈക്കും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് സ്ഥിരമായി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആയില്യം നക്ഷത്രക്കാർക്ക് സ്ഥാനമാനങ്ങൾ വിഷുഫലമായി കിട്ടും. അംഗീകാരങ്ങളും പ്രശസ്തിയും പുരസ്കാരങ്ങളും ഇവരെ തേടി വരുന്ന ഒരു സമയമാണ് ഈ വിഷുഫലം. ഇവരുടെ കഴിവുകൾ ലോകം അംഗീകരിക്കുന്ന സമയമാണ്. ഇവരുടെ കഴിവുകൾ ലോകം അംഗീകരിക്കും. ജനപ്രീതി വഴി ഇവർക്ക് വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതായത് ജനപ്രീതി കിട്ടും. ആ ജനപ്രീതിയിലൂടെ ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ഇവർ ശത്രുക്കളെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യാൻ അവസരങ്ങൾ ഇവർക്ക് വരും. ശത്രുക്കളെ ബുദ്ധിപൂർവം ഇവർ കൈകാര്യം ചെയ്യും, അതായത് നേരിടും. പുതിയ വസ്ത്രങ്ങൾ, പുതിയ ആഭരണങ്ങൾ, അതേപോലെയുള്ള മറ്റ് ആഡംബര വസ്തുക്കൾ ഇതെല്ലാം ഈ വിഷുഫലമായി ഈ ആയില്യം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്.
വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്കും നല്ല ഗുണകരമായ ഒരു വിഷുഫലമാണ് അവരെ കാത്തിരിക്കുന്നത്. എഴുത്തുകാർക്ക് നല്ല സമയമാണ്. എഴുത്തുകാരെ സംബന്ധിച്ചും പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ചും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും എല്ലാം വളരെ നല്ല ഒരു അനുകൂല സമയമാണ് ഈ വിഷുഫലമായി ഈ ആയില്യം നക്ഷത്രക്കാർക്ക് കിട്ടുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. നല്ല സംസാരത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ സമയം അതിന് അനുകൂലമാണ്. കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ സംതൃപ്തിയും അതോടൊപ്പം ഐശ്വര്യവും ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. സമാധാനവും സന്തോഷവും ഇവരുടെ കുടുംബത്തിൽ കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ്. ബന്ധുക്കൾ ഇവരെ തേടി വരുന്ന ഒരു സമയം കൂടിയാണ്. അകന്നു കഴിഞ്ഞ ബന്ധുക്കൾ ഇവരോട് അടുത്ത് പെരുമാറാൻ വരുന്ന ഒരു സമയവും കൂടിയാണ്. അതായത് അകന്നു പോയവർ പതുക്കെ ഇവരുടെ അടുത്തേക്ക് വരികയും ചെയ്യും. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ വിഷുഫലം ഇവർക്കുണ്ടാക്കുന്നത്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. സാമ്പത്തികമായി നല്ല ഒരു അവസ്ഥ ഇവർക്ക് വന്നു ചേരുന്നതാണ്. വിചാരിക്കാത്ത വിധത്തിൽ ചില നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയങ്ങൾ ഇവർക്കുണ്ടാവും. അതായത് ഇവര് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ കാര്യം നടക്കും എന്ന്. എന്നാൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവർക്ക് നടക്കാവുന്ന ഒരു സമയമാണ്. വീട് പണി നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് പണി നടത്താൻ കഴിയും. അതുകൂടാതെ വീട് പണി നടത്തിയിട്ടുള്ളവർക്ക് ഗൃഹപ്രവേശനം നടത്താനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരുന്നതാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ളവർക്ക് വിവാഹം നടക്കാൻ ഈ സമയം വളരെ അനുകൂലമാണ്. അതുകൂടാതെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ആലോചിക്കാനും അതോടൊപ്പം തന്നെ ആ വിവാഹം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനും ഒക്കെ ഇവർക്ക് ഈ വിഷുഫലമായി നല്ല സമയം കിട്ടുന്നതാണ്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ആകെ ചിന്തിക്കുമ്പോൾ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുഫലം വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് കഴിയുന്ന ഒരു സമയമാണ്. ഇപ്പം നല്ല ഒരു വിഷുഫലമാണ് ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷുഫലം കൊണ്ട് ഇവർക്ക് കിട്ടുന്നത്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.